സാർ ഇത്ര വലിയ ദുരന്തമാണല്ലോ. കേരളത്തിന് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുമോ? കേന്ദ്രത്തിന്റെ ഭാഗത്തിന് സഹായം ലഭിക്കുമോ? അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അതൊക്കെ പ്രഖ്യാപിച്ചല്ലോ. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അന്വേഷിക്കുക ആദ്യം. സാധ്യതയില്ല ഇതുവരെ. കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കുക. അതിനുള്ള നിയമം ഉണ്ടോ? അല്ല, അത് അന്വേഷിക്കൂ. നിങ്ങൾ അതിന് സാധ്യത ഉണ്ടോന്ന് അന്വേഷിക്കൂ. സാധ്യത പറഞ്ഞേ. ആദ്യം പോയി നിയമം അല്ല, അങ്ങനെയില്ല. നമുക്കൊരു സഹായം വേണ്ട. സഹായം കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. സഹായം മാത്രമല്ല, ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം. ഇതിലിപ്പോ ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒന്നൊരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അപ്പൊ അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. അല്ല, സ്റ്റേറ്റ് പലതവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. താങ്കൾ അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. കുത്തിത്തിരിപ്പല്ല ചോദിച്ചത്. കേരളത്തിന് സഹായം ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. അപ്പൊ താങ്കളുടെ ഇടപെടൽ പറയുന്നില്ല. താങ്കളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും പറയുന്നില്ല. ചോദിക്കുന്ന പിന്നെ എന്തിനാ ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു? ഇടപെടലുണ്ടാവും. അത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ജനങ്ങളോട് പറയും. അത് എൻ്റെ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ വക്താക്കൾ, നിയോഗിക്കപ്പെട്ട വക്താക്കൾ പറയും. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല.